ഓർക്കാപ്പുറത്തെത്തിയ ശബരിമല സ്വർണ്ണ കവർച്ച വിവാദവും അതിന് പിന്നാലെ കത്തിപ്പടർന്ന PM ശ്രീ വിവാദം ഒരുവിധം കെട്ടടങ്ങിയതിന് പിന്നാലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ് കേരള രാഷ്ട്രീയം. ശബരിമല സ്വർണ്ണ തട്ടിപ്പും തൊട്ടു പിന്നാലെ വന്ന PM ശ്രീയും സൃഷ്ടിച്ച ഗർത്തത്തിൽ LDFനെ താറുമാറാക്കാമെന്ന് UDF കണക്ക് കൂട്ടിയെങ്കിലും ഒറ്റ മന്ത്രിസഭാ യോഗം അതെല്ലാം മാറ്റിമറിച്ചു. PM ശ്രീ വിഷയത്തിൽ CPI-യുമായി അനുനയത്തിൽ എത്തിയെന്ന് മാത്രമല്ല, സമസ്ത മേഖലയിലുള്ളവർക്കും ക്ഷേമ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് സർക്കാർ നിലയുറപ്പിച്ചു. എന്നാൽ പോലും ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ ധർമ്മസങ്കടത്തിലാണ് സർക്കാർ. പുറത്തുവരുന്ന വിവരങ്ങൾ സർക്കാരിനെയും ഇടതുമുന്നണിയെയും തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അതിനു പിന്നാലെയായിരുന്നു PM ശ്രീയിൽ പാളയത്തിൽ പട. PM ശ്രീ വിവാദം ഒത്തുതീർന്നെങ്കിലും തിരക്കിട്ട് പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്തിനെന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. എന്നാലും തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ക്ഷമത LDF കൈവരിച്ചെന്ന് പറയാം. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനവും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണവും പ്രതീക്ഷിച്ചിരുന്ന UDFന്റെ സ്ഥിതിയാവട്ടെ ഇപ്പോൾ അത്ര സന്തോഷകരമല്ല. കോൺഗ്രസിന്റെ വലിയ തലവേദന സ്ഥിരമായി ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങളാണ്. 4 ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ UDFൽ ഐക്യം ശക്തമാണെന്നും കോൺഗ്രസിൽ യുവശക്തി സജീവമായെന്നുമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് ശേഷം അത്ര സുഖകരമല്ല അന്തരീക്ഷം. കഴിഞ്ഞ ദിവസം KPCC നേതൃത്വത്തെ ഡൽഹിയിലേക്ക് വിളിച്ച് ഹൈക്കമാൻഡ് താക്കീത് നൽകുകയും ആസന്നമായ തിരഞ്ഞെടുപ്പുകളെ ഇതൊന്നും ബാധിക്കാൻ പാടില്ല എന്ന് മുന്നറിയിപ്പും നൽകി. നേതാക്കൾ മുഖ്യമന്ത്രി കസേര കണ്ട് പനിക്കുന്നതിനെതിരെയാണ് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ലാതെ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് നിർദ്ദേശിക്കുക കൂടി ചെയ്തതോടെ പ്രധാന നേതാക്കളെല്ലാം ക്ഷീണത്തിലായി. അതിനു പിന്നാലെ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല പെരുമഴയെ എങ്ങനെ പ്രതിരോധിക്കണമെന്നതാണ് നേതൃത്വത്തിന്റെ പുതിയ അങ്കലാപ്പ്. ഇരു മുന്നണിയുടെയും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ പരിശോധിച്ചാൽ LDFനെ സംബന്ധിച്ച് ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനം തന്നെ ധാരാളമാണ്. ക്ഷേമ പെൻഷൻ 2000 ആക്കിയതും ആശമാർക്ക് 1000 രൂപ കൂട്ടിയതും ഉൾപ്പെടെ സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളാണ് അനുകൂലമാകുന്ന ഘടകങ്ങൾ. ഇനി പ്രതികൂലം ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആക്ഷേപം, ആരോഗ്യ മേഖലയിൽ തുടർച്ചയായി സംഭവിക്കുന്ന വീഴ്ചകൾ, ക്രമസമാധാന തകർച്ച, മാവേലി സ്റ്റോറുകളിലെ ക്ഷാമം, മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം തുടങ്ങിയവയാണ്. ഇനി UDFനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അനുകൂല ഘടകം 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ തുടർച്ചയായ വിജയം തന്നെയാണ്. പോരാത്തതിന് ജനങ്ങൾക്കിടയിലുള്ള ഭരണവിരുദ്ധ വികാരം, തിരഞ്ഞെടുപ്പിനെ നേരിടാനായി വോട്ടർ പട്ടികയിലെ പേര് ചേർക്കൽ ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ UDFന് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ അടിക്കാൻ വടിയായി കിട്ടിയ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ്. പ്രതികൂല ഘടകങ്ങൾ നോക്കിയാൽ കോൺഗ്രസിലെ ചേരുപോരും പുനഃസംഘടനാ വിഷയങ്ങളും തന്നെയാണ് പ്രധാനം. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും തുടർന്നുള്ള ഭിന്നതയും, ഒപ്പം സർക്കാർ വീഴ്ചകൾ തുറന്നു കാട്ടുന്നതിൽ ഫലപ്രദമായ ഇടപെടലില്ലെന്ന പാർട്ടിക്കുള്ളിലെ വിമർശനവും ഒക്കെയാണ് UDFനെ പ്രതികൂലമായി ബാധിക്കുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത ആഴ്ച ഉണ്ടായേക്കാം. നവംബർ 5-ന് മുമ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ കഴിഞ്ഞ ദിവസം വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സർക്കാർ ഒരുങ്ങിയെന്ന് വ്യക്തമാക്കും വിധമാണ് വാരിക്കോരിയുള്ള ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്ന നവംബർ 5-ന് ശേഷം പ്രഖ്യാപനമെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. എന്നാൽ ആ പരിപാടി മാറ്റിവെച്ചു. നവംബർ 1-ന് നടക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനവും അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനവും കഴിഞ്ഞാൽ സർക്കാരിന്റെ വമ്പൻ പരിപാടികളൊന്നും നിശ്ചയിച്ചിട്ടില്ല. അതിനാൽ അടുത്ത ആഴ്ച ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കും.